iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങാം. അപ്പം ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു x8 - 1 ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു 4 - 1. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മുകളിലും താഴെയും ഡെറിവേറ്റീവ് എടുക്കാം. അപ്പം എങ്ങനെ കിട്ടും? 8x⁻7 ഡിവൈഡ് ബൈ 4x⁻³ അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ലിമിറ്റ് എക്സ് = 1 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും? 8/4 അതെന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x⁻8 - 1 ഡിവൈഡ് ബൈ x⁻4 - 1 എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 എന്ന് കിട്ടും. അപ്പം നമ്മളെ കറക്റ്റായിട്ടുള്ള ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി 2. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ the observed time for an operation of turning a shaft is 5 minutes. If the performance rating is 130% and the allowances are 10% of the normal time, then what is the standard time of the job? അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബ് ടൈം സ്റ്റഡിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ നമ്മളൊരു ഓപ്പറേറ്ററിനെ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും അയാളുടെ ഒബ്സർവ്ഡ് ടൈം എത്ര കിട്ടിയത്? നമുക്ക് ഒബ്സർവ്ഡ് ടൈം എന്നുള്ള സാധനം കിട്ടിയത് നമുക്ക് 5 മിനിറ്റാണ്. അത് കഴിഞ്ഞിട്ട് അയാളുടെ തന്നെ പെർഫോമൻസ് റേറ്റിംഗ് എത്ര? പെർഫോമൻസ് റേറ്റിംഗ് 130% ആണ്. അതേപോലെ തന്നെ നോർമൽ ടൈമിൻ്റെ 10% ആയിരിക്കും അലവൻസ് എത്രയാണ്? അലവൻസ് 10% ഓഫ് നോർമൽ ടൈം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ? നമുക്ക് ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്ററിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാൾ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആവറേജിനെയാണ് നമ്മൾ ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ പെർഫോമൻസ് റേറ്റിംഗ് കൂടെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ നോർമൽ ടൈം എന്ന് പറയുന്നത്. ആ ഒരു നോർമൽ ടൈമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? അലവൻസ് കയറ്റും. ആ ഒരു അലവൻസ് കൂടെ കയറ്റിയ ആ ഒരു ടൈമിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം ഒരു ഒബ്സർവ്ഡ് ടൈം ഉണ്ടാവും. അതായത് ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്പീഡ് വാച്ച് വെച്ചിട്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അയാൾ എത്ര മിനിറ്റിനുള്ളിൽ അത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അയാളുടെ ഒബ്സർവ്ഡ് ടൈം. അത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ? നോർമൽ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോർമൽ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ആ ഒബ്സർവ്ഡ് ടൈമിൻ്റെ കൂടെ അയാളുടെ പെർഫോമൻസ് റേറ്റിംഗ് കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് നോർമൽ ടൈം കിട്ടുക. അപ്പം നോർമൽ ടൈമിൻ്റെ ഫോർമുല എന്താ? നോർമൽ ടൈം ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ടൈം, അതായത് ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു എന്താ നമ്മുടെ പെർഫോമൻസ് റേറ്റിംഗ് ഡിവൈഡ് ബൈ 100. അപ്പം ഇപ്പോൾ ഇവിടെ ഒബ്സർവ്ഡ് ടൈം എത്ര തന്നേക്കുന്നത്? 5 മിനിറ്റ്സ്. പക്ഷേ പെർഫോമൻസ് റേറ്റിംഗ് എത്ര? 130% ആണ്. ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇതെത്ര ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 6.5 മിനിറ്റ്സ് എന്ന് കിട്ടും. അതായത് അവിടുത്തെ നോർമൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് നോർമൽ ടൈം കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്റ്റാൻഡേർഡ് ടൈമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അലവൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നോർമൽ ടൈം പ്ലസ് അലവൻസ് എത്ര? 10% ആണ്. അപ്പം 10 ഡിവൈഡഡ് ബൈ 100. അതെന്തിൻ്റെ 10%? നോർമൽ ടൈമിൻ്റെ. അപ്പം നോർമൽ ടൈമിൻ്റെ 10%. അതായത് എത്ര കിട്ടും നമുക്ക്? 6.5 ഇൻറ്റു 1 + 0.1. അതായത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 7.15 മിനിറ്റ്സ് എന്ന് കിട്ടും.
7.15 മിനിറ്റ്സ്. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് എത്ര ടൈം എടുക്കുന്നു അതിനെയാണ് നമ്മൾ ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ പെർഫോമൻസ്, ആ പർട്ടിക്കുലർ ഓപ്പറേറ്ററിൻ്റെ പെർഫോമൻസ് റേറ്റിംഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ടൈം കിട്ടും. നോർമൽ ടൈമിൻ്റെ കൂടെ അലവൻസ് ടൈം, ആ ഒരു ടൈം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.15 മിനിറ്റ്സ് ആണ്. ഇനി 13th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഡക്റ്റ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മളിപ്പം പ്രോസസ് കൺട്രോൾ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ചില പ്രോസസ് കൺട്രോൾ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനുള്ളതായിരിക്കും? ആട്രിബ്യൂട്ട്സിനുള്ളതായിരിക്കും. ചിലത് വേരിയബിൾസിനുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് എന്തിനുള്ള ചാർട്ടായിരിക്കും? വേരിയബിൾസിനുള്ള ചാർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചാർട്ടും ഉണ്ടാവും, ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. അപ്പം വേരിയബിൾ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു സർക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യാം, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് മെഷർ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു വേരിയബിളിൽ ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷനെ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു കൺട്രോൾ ചാർട്ടിനായിട്ട് നമുക്ക് എക്സ് ബാർ ചാർട്ട്, അതേപോലെ റേഞ്ച് ചാർട്ട്, അല്ലെങ്കിൽ അതായത് ആർ ചാർട്ട് അല്ലെങ്കിൽ സിഗ്മ ചാർട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി നേരെ മറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോ, നോ ഗോ, അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങൾ, അതായത് ഒന്നില്ലെങ്കിൽ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ യൂസ് ചെയ്യാം, ആ ഒരു രീതിയിലൊക്കെ ഉള്ള അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സിനെ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് പി ചാർട്ട് ഉണ്ട്, എൻ പി ചാർട്ട് ഉണ്ട്, സി ചാർട്ട് ഉണ്ട്, യു ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻസിൽ വേരിയബിൾ ആയിട്ട് ആകെ ഉള്ളത് ആർ ചാർട്ട് മാത്രമാണ്. അതായത് പി ചാർട്ടും യു ചാർട്ടും സി ചാർട്ടും എല്ലാം ആട്രിബ്യൂട്ട്സിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ചാർട്ടായിരിക്കും. അതായത് ആ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന അതാണ് അവിടുത്തെ ഒരു മെയിൻ വേർഡ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പം, ഫോർ എ പ്ലാറ്റിനം RTD ദ റെസിസ്റ്റൻസ് അറ്റ് 0 degree ഈസ് 100 ohm. അതായത് 0 degree സെൽഷ്യസിൽ ഉള്ളത് 100 ohm ആണ്. അതായത് T0യിൽ 100 ohm ആണ്. 100 ohm ആണ്. ദ റെസിസ്റ്റൻസ് അറ്റ് 100 degree സെൽഷ്യസ്, T അല്ല R. ഇനി 100 degree സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് എത്ര? 138.5 ohm ആണ്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം R100 ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. ഈ ആൽഫയാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 138.5 ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 1 പ്ലസ് ആൽഫ. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ടെമ്പറേച്ചർ ചേഞ്ച് എത്ര? 0യും 100ഉം, അതായത് 100 ആൽഫ. അപ്പോൾ നമുക്ക് 1.385 1 പ്ലസ് 1000 ആൽഫ എന്ന് കിട്ടും. അതായത് 0.385 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. അതായത് ഇത് എങ്ങനെ എഴുതാം? 0.00385 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 0.00385. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് നമ്മൾ 2 ടെമ്പറേച്ചർ ലിമിറ്റിലുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ R ഈസ് ഈക്വൽ ടു, അതായത് ഇതാണ് ജനറലൈസ്ഡ് ഫോർമുല, RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ ലോക്കസ് ഓഫ് എ പോയിന്റ് P ഇക്വിഡിസ്റ്റന്റ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ് A ആൻഡ് B ഈസ്. അതായത് ഇപ്പം ഞാനൊരു 2 ഫിക്സഡ് പോയിന്റ് എടുക്കുകയാണ്.
ഇതാണ് എൻ്റെ എയും ബിയും എന്ന് വെച്ചോ. ഇതിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയ, അതായത് ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയ വേറൊരു പോയിന്റിൻ്റെ ലോക്കസാണ് നമ്മൾ അതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയ ഒരു ലൈൻ വരച്ചു, അല്ല ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. വേറെ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉള്ള ഒരു രണ്ട് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും രണ്ട് പോയിന്റിൽ നിന്നും. അങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആ ഒരു ലോക്കസ് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ, അത് സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല, ആ ലൈൻ എങ്ങനെയാ ഈ രണ്ട് പോയിന്റിനെ ബന്ധിപ്പിക്കുന്ന ലൈൻ്റെ മിഡ് പോയിന്റിൽ കൂടെ പോകുന്ന ലൈനായിരിക്കും ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, ആ ലൈൻ ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം. എ ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് പാസിങ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അതായത് ഈ ഒരു ടൈപ്പ് ലൈൻ, അതായത് എന്നും ബിന്നും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റിന്റെ ഒരു ലോക്കസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റിനെയും ബന്ധിപ്പിക്കുന്ന ലൈനിന്റെ മിഡ് പോയിന്റിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പം, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈ സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് the center of span, and another case the same load is uniformly distributed over its entire span. If the maximum bending stress is generated at the beam in both cases are sigma A and sigma B respectively, then which of the following is correct? അതായത് ആദ്യം നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിലൊരു W എന്ന് പറയുന്ന ഒരു W ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നെന്ന് വെക്കാം. അപ്പം ആ സമയത്തുണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സിംപ്ലി സപ്പോർട്ടഡ് ബീം, പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ലോഡ് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, സെയിം ലോഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ്സ് എൻറ്റയർ സ്പാൻ. അതായത് ഈ എൻറ്റയർ സ്പാനിൽ ഈ ഒരു W എന്ന് പറയുന്ന പോയിന്റ് ലോഡിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സപ്ലൈ ചെയ്തു. അതായത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പാനിൻ്റെ ലെങ്ത് എല്ലാം എന്ന് വെച്ചോ രണ്ട് കേസിലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങനെ ആയിരിക്കും വരിക, W ഡിവൈഡഡ് ബൈ L ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കത്തില്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ടോട്ടൽ ലോഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഡിങ് റേറ്റ് ഇൻറ്റു L ആയിരിക്കും. അപ്പോൾ W/L ഇൻറ്റു L കിട്ടുമ്പോൾ W കിട്ടും. എന്നാലല്ലേ ഈ ഒരു പോയിന്റ് ലോഡിന് ഈക്വൽ ആവത്തുള്ളൂ. അതായത് ലോഡിങ് റേറ്റ് എന്ന് വെച്ചാൽ W പെർ ലെങ്ത് ന്യൂട്ടൺ പെർ മീറ്റർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടനും ഇവിടെ ന്യൂട്ടൺ പെർ മീറ്ററുമാണ്. അപ്പം ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് തന്നെ W പെർ ലെങ്ത് ന്യൂട്ടൺ പെർ മീറ്റർ. ഇനിയിപ്പോൾ ടോട്ടൽ ഇവിടെ ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ ഒരു ലോഡിംഗ് റേറ്റ് ഇൻറ്റു ലെങ്ത്. അപ്പോൾ എന്തായിരിക്കും W/L ഇൻറ്റു L എന്ന് വരുമ്പോൾ ടോട്ടൽ W, അതായത് ഇതിന് ഈക്വലാണ്. അതായത് ഈ രണ്ട് കേസിലും. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് സിഗ്മ B ആണെന്ന് വെച്ചു. അപ്പം ഇതും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ ആ കൺസെപ്റ്റ് ക്ലിയറായി. ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇതേപോലെ ന്യൂട്ടൺ ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. W/L എന്ന ലോഡിംഗ് റേറ്റിൽ ഇവിടെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ W ആണെങ്കിൽ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇവിടെ W ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ W/2 ആയിരിക്കത്തില്ലേ രണ്ട് സപ്പോർട്ടിലും. അപ്പം ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഏത് പോയിന്റിലായിരിക്കും, നടുക്കലത്തെ പോയിന്റിലായിരിക്കും. അവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്ര ആയിരിക്കും വരുന്നത്, സിഗ്മ A = W2 ഇൻറ്റു ഇത് ടോട്ടൽ ലെങ്ത് എല്ലാം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് L/2 ആണ്. അതായത് WL/4 ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇനി ഈ ഒരു കേസിൽ
ഈ ഒരു കേസിലും സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്നത് W/2 ആയിരിക്കും. കാര്യം എന്താ, ഈ WL ലോഡിംഗ് റേറ്റിൽ ടോട്ടൽ ആ ഒരു സ്പാനിൽ ഫുൾ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, WL × L. അപ്പം ടോട്ടൽ W തന്നെ കിട്ടും. അതിൻ്റെ പകുതിയാണ് ഈ രണ്ട് സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം W/2 W/2. എന്നിട്ട് ഇവിടെ ഈ സെൻട്രൽ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അപ്പം ഇവിടെ W, അപ്പം ഇതാണ് സെൻട്രൽ പോയിന്റ്. ആ ഒരു സെക്ഷന് ശേഷമുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ W/L ആയിരിക്കും ലോഡിംഗ് റേറ്റ്. അപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെന്റ് എത്ര ആയിരിക്കും, സിഗ്മ B = ആദ്യം ഈ ഒരു സപ്പോർട്ടിൽ, അതായത് W/2 ഇൻറ്റു എന്താ L/2 ആയിരിക്കത്തില്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു L/2 മൈനസ് ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ഒരു ബെൻഡിങ് മൊമെന്റ്, ആ ഒരു ഇത് എത്ര ആയിരിക്കും, മൈനസ് ഇവിടെ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, W/L ഇൻറ്റു ഈ ഒരു സ്പാനിൽ L/2 ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫോഴ്സ് ഈ നടുക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും, W/L ഇൻറ്റു L/2. അപ്പം അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് ആയി. അത് എത്രയിൽ ആക്ട് ചെയ്യുന്ന, ഇത് L/2 ആണെങ്കിൽ ഇത് L/4 ആണ്. അപ്പം ഇൻറ്റു L/4 അതായിരിക്കും ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കമ്പോണന്റ് കാരണം ഉണ്ടാവുന്ന ഒരു ബെൻഡിങ് മൊമെന്റ്. അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, WL/4 മൈനസ് ഇവിടെ L ക്യാൻസൽ ആവും. അതേപോലെ തന്നെ WL/8 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, WL/8 എന്ന് കിട്ടും. അതായത് സിഗ്മ B എന്ന് വെച്ചാൽ WL/8, അത് സിഗ്മ A എന്ന് വെച്ച് കഴിഞ്ഞാൽ WL/4. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം, സിഗ്മ B എന്ന് വെച്ച് കഴിഞ്ഞാൽ WL/8 ആണെങ്കിൽ സിഗ്മ A = 2 സിഗ്മ B. ഇങ്ങനൊരു റിലേഷൻ കിട്ടിക്കൂടെ, ഇങ്ങനൊരു റിലേഷൻ ഉണ്ടാക്കാം, സിഗ്മ A = 2 സിഗ്മ B. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സിഗ്മ A = 2 സിഗ്മ B. അപ്പോൾ എന്താണ്ട ഓപ്ഷൻ C ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിഗ്മ A = 2 സിഗ്മ B. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ 2 ഹെലിക്കൽ compression springs A and B with their stiffness Ka and Kb. When both of them are subjected to same load, then which spring store more strain energy? അപ്പം ഏറ്റവും സ്ട്രെയിൻ എനർജി കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഏത് സ്പ്രിങ് ആണെന്നാണ് ഇവിടെ തന്നിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ Ka, അതായത് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് A ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് ബി. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും ആക്ട് ചെയ്യുന്ന ലോഡ് സെയിം ആണെന്നാണ്. അതായത് FAയും FBയും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണെങ്കിൽ F = K × X നമുക്കറിയാം. ഇതാണ് ഫോഴ്സ് എന്നറിയാം. ഇനി സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് എന്തായിരിക്കും, സ്ട്രെയിൻ എനർജി എന്തായിരിക്കും, ½ kx² ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ½ k, എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, F/K എന്ന് കൊടുക്കാം. ഇതിൻ്റെ ഹോൾ സ്ക്വയർ എഴുതിക്കൂടെ. അതായത് സ്ട്രെയിൻ എനർജി എന്ന് വെച്ചാൽ ½ kx², ½ × K × എക്സിന് പകരം F = Kx വാല്യൂ എക്സ് എന്ന് എടുക്കാം. അതായത് F/K ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, ½ × F²/K ഇങ്ങനെ എഴുതിക്കൂടെ. കാര്യം ഇവിടുത്തെ കെയും ഒരു കെയും ക്യാൻസൽ ആയിപ്പോവും. അപ്പം ½ F²/K എന്ന് കിട്ടും. ഇനി സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ് A, ഞാൻ അങ്ങനെ ആ സ്പ്രിങ് എയിൽ സ്റ്റോർ ചെയ്ത സ്ട്രെയിൻ എനർജി എന്തായിരിക്കും, ½ ഫോഴ്സ് രണ്ടിലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ F എന്ന് തന്നെ കൊടുക്കാം, F²/K എന്ന് വെച്ച് കഴിഞ്ഞാൽ KA, അതായത് A എന്ന് പറയുന്ന സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ്. ഇനി സ്ട്രെയിൻ എനർജി ഇൻ സ്പ്രിങ് B അതെന്തായിരിക്കും, ½ അവിടെയും ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ F²/Kക്ക് പകരം എന്തായിരിക്കും, KB. അപ്പം നമുക്ക് രണ്ടിൻ്റെ സ്ട്രെയിൻ എനർജി
കണ്ടുപിടിച്ചു, അതായത് എയിലെയും ബിയിലെയും സ്ട്രെയിൻ എനർജി കണ്ടുപിടിച്ചു. അപ്പം ഇതിലേതാണ് കെ അല്ലേ കൂടുതൽ, അതായത് കെ കൂടുതലാണ്, ഈ ഒരു വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം എന്തായിരിക്കും, കുറവായിരിക്കും, ലോ ആയിരിക്കും. കെ ബി കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ ടേം കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പം നമുക്ക് എന്തായിരിക്കും, സ്ട്രെയിൻ എനർജി ഏതിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്, ഹയർ ആയിട്ട് ബിയിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, വിച്ച് സ്പ്രിംഗ് സ്റ്റോർസ് മോർ സ്ട്രെയിൻ എനർജി. അപ്പോൾ ഏതായിരിക്കും ആൻസർ, ബി ആയിരിക്കും ആൻസർ. അപ്പം ബി എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്, സ്പ്രിംഗ് ബി. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യങ്സ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ ഈസ് 260 GPa ആൻഡ് പോയിസൺ റേഷ്യോ ഈസ് 0.3. വാല്യൂസ് ഓഫ് ബൾക്ക് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. അതായത് റിജിഡിറ്റി മോഡുലസും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ബൾക്ക് മോഡുലസും കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് പോയിസൺസ് റേഷ്യോയും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസും പോയിസൺ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പം ഇയും തന്നിട്ടുണ്ട്, മ്യൂവും തന്നിട്ടുണ്ട്. അപ്പം ഇ ഈസ് ഈക്വൽ ടു 2g × 1 + മ്യൂ, അതേപോലെ തന്നെ ഇ ഈസ് ഈക്വൽ ടു 3k × 1 - 2 മ്യൂ. ഈ രണ്ട് ഫോർമുലയുണ്ട്, ഇത് രണ്ട് നമുക്കറിയാവുന്ന ഫോർമുലാസാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് 260 ഈസ് ഈക്വൽ ടു 2 × g നമുക്കറിയില്ല, 1 + മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3, 1 + 0.3. അപ്പം നമുക്ക് ജിയുടെ വാല്യൂ എന്ത് കിട്ടും, 260 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 + 0.3 എന്ന് വെച്ചാൽ 1.3. അപ്പം 260 ഡിവൈഡഡ് ബൈ 2.6, അതിൻ്റെ അർത്ഥം എന്താ, 100 GPa. അതായത് ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എത്ര കിട്ടി, 100 GPa കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കും. 260 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു കെൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ഇനി 1 - 2 ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞാൽ 0.3. അപ്പം 260 ഇൻറ്റു 3 ഇൻറ്റു കെ ഇൻറ്റു 1 - 0.6, അപ്പോൾ എന്ത് കിട്ടും, 0.4. അതായത് അപ്പം കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 260 ഡിവൈഡഡ് ബൈ 1.2. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും, 216 GPa എന്ന് കിട്ടും, 216 GPa എന്ന് കിട്ടും. അപ്പം കെയുടെ വാല്യൂ 216ഉം ജിയുടെ വാല്യൂ 100ഉം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, നോക്കാം. ഇവിടെ ആദ്യം ചോദിച്ചേക്കുന്ന ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് എത്ര, നമ്മൾ കെ എത്ര കണ്ടുപിടിച്ച 216. അപ്പം 216 രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ റിജിഡിറ്റി മോഡുലസ് 100 ആയിരുന്നു. അപ്പോൾ റിജിഡിറ്റി മോഡുലസ് 100 വരുന്ന 216 വരുന്ന ഏതാ, ഓപ്ഷൻ ബി ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ദ പർപ്പസ് ഓഫ് സൂപ്പർ ചാർജിങ് ഇൻ IC എഞ്ചിനീസ്, അതായത് IC എഞ്ചിന് സൂപ്പർ ചാർജിങ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ സൂപ്പർ ചാർജിങ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ എഞ്ചിനിലോട്ടുള്ള ഒരു എയറിൻ്റെ സപ്ലൈ, അതായത് എയർ നമ്മൾ കുറച്ചുകൂടെ ഹയർ എമൗണ്ട് അല്ലെങ്കിൽ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂട്ടും സൂപ്പർ ചാർജിങ് കൊണ്ട്. അപ്പോൾ സൂപ്പർ ചാർജിങ് കൊണ്ട് എയർ സപ്ലൈ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പസ്റ്റൻ നടക്കും. അതേപോലെ തന്നെ ഒരു പവർ ഔട്ട്പുട്ട് അതുകൊണ്ട് തന്നെ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ടു റെഡ്യൂസ് നോയ്സ് അല്ല, ടു ഡിക്രീസ് ദ സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ അല്ല, ടു ഡിക്രീസ് ദ കൂളിംഗ് ഓഫ് സിലിണ്ടർ അല്ല, ടു ഇൻക്രീസ് ദ പവർ ഔട്ട്പുട്ട് ഓഫ് ദ എഞ്ചിൻ. അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാര്യം IC എഞ്ചിൽ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും ദ കോമ്പിനേഷൻ ഓഫ് സ്ലിപ്പ് ഗേജസ് ടു ഒബ്റ്റെയിൻ എ ഡയമെൻഷൻ ഓഫ് 10.35 mm വിൽ ബി, അതായത് 10.35 എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ നമുക്ക് സ്ലിപ്പ് ഗേജ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോമ്പിനേഷനാണ് ബെറ്റർ എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിപ്പ് ഗേജസിലുള്ള സെറ്റ്, ഒരു സ്ലിപ്പ് ഗേജ് സെറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 mm താഴ്ന്ന
ഒരു സ്ലിപ്പ് ഗേജ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ 1 mm എബോ ആയിട്ടുള്ള കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ വെച്ച്, അതായത് 1 mm താഴെ 2 സെറ്റ് ഉണ്ട്, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ രണ്ടാമത്തത് നമുക്ക് മെഷർ ചെയ്യാം, കാര്യം 1 mm എബോ ഉള്ള സെറ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനിയിപ്പം ഓപ്ഷൻ സി ആണെങ്കിലും ഇവിടെ 1 mm താഴെ ഉള്ളതുണ്ട്. ഓപ്ഷൻ ഡി ആകുമ്പോഴും അവിടെ 1 mm താഴെ ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് കറക്റ്റായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സെഷനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്